ഹലോ ഹായ്. നമ്മളിതേ ഇപ്പം കോട്ടഗിരിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇറങ്ങി വരുന്ന സമയത്ത് ഹൈ റേഞ്ചിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലം കണ്ടോ നോക്കിയേ. ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് വണ്ടി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ്. ഭയങ്കര രസമുണ്ട്. കണ്ടില്ലേ, നോക്കിയേ, കണ്ടില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമുക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ ട്രാവലിംഗ് ആണ്. പണ്ടും ട്രാവലിംഗ് ഒക്കെ തന്നെയായിരുന്നു. ആ ഇടയ്ക്ക് കുറച്ചൊരു ട്രാവലിങ്ങിൻ്റെ ഒരു ഇത് കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒന്നേന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. വേറെ ഒന്നും നമ്മുടെ ട്രാവലിംഗ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ മറ്റേ എന്താ പറയുക, പ്രകൃതിനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രകൃതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ പോയിന്റിൽ എത്തുന്ന സമയത്തും ഓരോ വ്യൂ പോയിന്റിൽ എത്തുന്ന സമയത്തും ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര നല്ല ഫീലായിരിക്കും. ഇപ്പോൾ ആ ഫീലിലാണ് ഞാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ എനിക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് അടിച്ചു കയറി വരും എന്നൊക്കെ പറയും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണുന്ന സമയത്ത് അവരെയൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ സന്തോഷമാണ് എന്നും നന്നായിട്ട് നിലച്ച് നിൽക്കുള്ളൂ എന്ന് പറയും. അല്ലാതെ വേറെയുള്ള ഒരു സന്തോഷങ്ങളും ഒന്നും നിലച്ച് നിൽക്കില്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുണ്ടാവേണ്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ സന്തോഷമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ലൈഫിൽ എന്താ പറയുക, കുറേ പ്രശ്നങ്ങളുണ്ടാവും. കുറേ നമ്മൾ പ്രശ്നങ്ങളിലൂടെ പെട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ കഴുത്തറുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ പല സമയത്തും നമ്മളെ ഒന്നും അല്ലാതാക്കി കളഞ്ഞിട്ട് അങ്ങ് ഇതാക്കി കളയും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വളരെ ചുരുങ്ങിയ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും, നല്ലതാണ്, നമ്മളെന്നും ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ദയവ് ചെയ്ത് അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ചിലപ്പോൾ ആ ആൾക്കാരായിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ സുഹൃത്തുക്കളില്ലേ, അവരാ ഉണ്ടാവുക. അതിൽ കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിൽ നല്ല സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നീ പേടിക്കേണ്ട, നമ്മൾ കൂടെ ഉണ്ട്, എന്ത് കാര്യമാണെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാമെന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ആ ഒരു വേലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾ നമ്മളത് കുറച്ച് ആ ഒരു ഇതൊക്കെ വിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് അത് വീണ്ടും തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പറയണം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രശ്നത്തിൻ്റെ പുറകെ പോയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി നിന്നിട്ട് അതിന്ന് കയറി വരുന്നൊരു ടൈമുണ്ട്. അതിന്ന് നമ്മൾ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പിന്നെ അതിനെ ഒന്നും ബോധടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ലവ് യു ഓൾ.